അടിച്ചാൽ തിരിച്ചടിക്കുക എന്നതാണ് ഞങ്ങളുടെ നയമെന്ന് കർഷകർ തെളിയിച്ചിരിക്കുകയാണ്. ആ നയം കർഷകർ പ്രാവർത്തികമാക്കിയപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർക്ക് കണ്ടം വഴി ഓടേണ്ടി വന്നു. ഉത്തർപ്രദേശിൽ കർഷകരെ ആക്രമിക്കാനെത്തിയ ബി.ജെ.പി. പ്രവർത്തകരെ ആട്ടിപ്പായിച്ചിരിക്കുകയാണ് കർഷകർ. ഉത്തർപ്രദേശിലെ മുസാഫിർ നഗറിലാണ് സംഭവം. 2 ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ മുസാഫിർ നഗറിലെ സോറം എന്ന ഗ്രാമത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ കർഷകർക്കുമേലെ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രമണം സഹിക്കവയ്യാതായപ്പോൾ കർഷകർ തിരിച്ചടിച്ച് പ്രതിരോധിക്കാൻ തുടങ്ങി. ഇതോടെ ബി.ജെ.പി. പ്രവർത്തകർ ജീവനും കൊണ്ട് സ്ഥലം വിടുകയായിരുന്നു. സംഭവത്തിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രമണത്തിൽ കർഷകർക്കും കർഷകരുടെ ചെറുത്തുനിൽപ്പിൽ ബി.ജെ.പി. പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ ലോക്ദൾ നേതാവും മുൻ എം.പിയുമായ ജയന്ത് ചൗധരിയെ ട്വീറ്റിനെ തുടർന്നാണ് കർഷകരുടെ ഈ വീരേതിഹാസമായ ചെറുത്തുനിൽപ്പിനെ പറ്റി പുറം ലോകമറിഞ്ഞത്. നേരത്തെ ഫെബ്രുവരി 20 മുസാഫിർ നഗറിൽ പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് കർഷകരുടെ വീട്ടിലെത്തി പ്രിയങ്ക ഗാന്ധി അവർക്കുള്ള പിന്തുണയും അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുസാഫിർ നഗറിൽ കർഷകർ ഏറെ തിങ്ങിപ്പാർക്കുന്ന സോറം എന്ന ഗ്രാമത്തിലെത്തി ഒരു സംഘം ബി.ജെ.പി. പ്രവർത്തകർ കർഷകർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാക്കിയത്. ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രമണം ശക്തമായതോടെയാണ് കർഷകർ തിരിച്ചടിച്ച് പ്രതിരോധിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ബി.ജെ.പി. പ്രവർത്തകർ സ്ഥലം വിടുകയായിരുന്നു. ഏതായാലും ഉത്തർപ്രദേശിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കർഷകരുടെ ഈ ചെറുത്തുനിൽപ്പ്. അതേസമയം ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ബി.ജെ.പിയുടെ കാർഷിക നിയമത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാട്ട് വിഭാഗത്തിന്റെ എതിർപ്പാണ്. ബി.ജെ.പിയുടെ പ്രധാന വോട്ട് ബാങ്കാണ് ജാട്ട് വിഭാഗം. എന്നാൽ ജാട്ട് വിഭാഗം കാർഷിക ബില്ലിനോടനുബന്ധിച്ച് ബി.ജെ.പിക്ക് എതിരെയാണ്. അതായത് വടക്കുകിഴക്കൻ പടിഞ്ഞാറിൽ ആരെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജാട്ടുകളാണ്. ഇത്തരത്തിൽ 40 സീറ്റുകളിൽ ജാട്ട് വിഭാഗത്തിന് വലിയ രീതിയിൽ സ്വാധീനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 40 സീറ്റുകളിൽ ആരെ വിജയിപ്പിച്ചയക്കണമെന്ന് തീരുമാനിക്കുന്നത് ജാട്ടുകൾ തന്നെയാണ്. ഈ ജാട്ടുകൾക്കിടയിൽ ബി.ജെ.പിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത് മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. ജാട്ട് വിഭാഗത്തിന്റെ മുന്നണി പോരാളിയായ രാകേഷ് ടിക്കായത്ത് തന്നെയാണ് ജാട്ട് വിഭാഗത്തെ ബി.ജെ.പിക്കെതിരാക്കിയതിനുള്ള പ്രധാന കാരണം. രാകേഷ് ടിക്കായത്ത് പോലും പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ബി.ജെ.പിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്നാണ്. എന്നാൽ ബി.ജെ.പി. കാർഷിക ബില്ലിലൂടെ ഞങ്ങൾക്ക് എതിരായി വരികയാണ്. എന്നാൽ ബി.ജെ.പി. കാർഷിക ബില്ലോടുകൂടി ഞങ്ങളെ പ്രതിസന്ധിയിലാക്കി. രാകേഷ് ടിക്കായത്തിന്റെ വലിയ രീതിയിലുള്ള സമരങ്ങളെല്ലാം ജാട്ട് വിഭാഗത്തിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ബി.ജെ.പി. വിരുദ്ധത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു തരത്തിലും വോട്ട് നൽകില്ല എന്നാണ് ജാട്ട് വിഭാഗത്തിന്റെ തീരുമാനം. ഇതിനോടകം തന്നെ ജാട്ട് വിഭാഗത്തിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച ബി.ജെ.പി. എം.എൽ.എമാരെയും ബി.ജെ.പി. എം.പിമാരെയും ആട്ടിപ്പായിച്ചുകൊണ്ട് ജാട്ട് വിഭാഗങ്ങൾ ബി.ജെ.പി. ബഹിഷ്കരണ ഗ്രാമം എന്ന ബാനറുകളും മുസാഫിർ നഗറിൽ സ്ഥാപിച്ചിരുന്നു. ജാട്ട് വിഭാഗത്തെ അനുനയിപ്പിക്കാനെത്തിയ എം.എൽ.എമാർക്കും എം.പിമാർക്കെതിരെയും വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ജാട്ട് വിഭാഗം പ്രതിഷേധം അറിയിച്ചത്. കർഷകരെ ദേശവിരോധികളായും തീവ്രവാദികളായും കേന്ദ്ര സർക്കാർ ചിത്രീകരിച്ചത് ഞങ്ങൾ ബി.ജെ.പിക്കെതിരെ തിരിയാൻ കാരണമായെന്നും ഇതിനുള്ള മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നുമൊക്കെ ജാട്ട് വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും ഉത്തർപ്രദേശിൽ ബി.ജെ.പി. വിരുദ്ധ വികാരം തന്നെയാണ് കർഷക സമരത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.